ബഹിരാകാശ പര്യവേക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ space.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെഓഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്പേസ് എന്ന പേരിൽ പുതിയ ഒരു ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 2-ലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ ഇൻഡിഗോ, അണ്ടർലൈൻ സിംഗിൾ. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്പേസ് എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റം വരുത്തിയ ഫയൽ ലിസ്റ്റ് നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക. An article on space exploration is given in the file space.ott in exam document folder in Home. Open the file in LibreOffice Writer and create a new heading style named Space with the following specifications. Create the new style in heading 2 of the heading section. Font family bitstream charter, font size 110%, font color indigo, underline single. Give the style space to all the subheadings in the article. Subheadings are in red color. Save the file to example folder in Home with your register number _ question number as the file name. സ്പേസ് OTT എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സ്പേസ് OTT എന്ന ഫയൽ ഇതാണ്, അത് തുറക്കുന്നു. ഇനി ഇത് സ്റ്റൈൽ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്റ്റൈൽ ബോക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിംഗ് വിഭാഗത്തിലാണ് സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഹെഡിംഗ് സെലക്ട് ചെയ്യുക. ഇതിൽ ഹെഡിംഗ് 2-ലാണ് സ്റ്റൈൽ നിർമ്മിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റൈലിന് പേര് കൊടുക്കാൻ വേണ്ടി ഓർഗനൈസ് ടാബ് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സ്പേസ് എന്ന് സ്റ്റൈലിന് പേര് നൽകുന്നു. ഇനി ചെയ്യുവാനുള്ളത് ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ ആക്കുക എന്നതാണ്. ഫോണ്ട് എന്ന ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫോണ്ട് ഫാമിലി ലിബറേഷൻ സാൻസ് ആണ്. അത് ബിറ്റ് സ്ട്രീം ചാർട്ടർ ആക്കി. ഇനി ഫോണ്ട് സൈസ് 110 ആണ്. 115 എന്നത് മാറ്റിയിട്ട് 110 ആക്കുന്നു. ഫോണ്ട് കളർ ഇൻഡിഗോയാണ്. ഫോണ്ട് കളർ മാറ്റുവാൻ ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന കളർ പാലറ്റിൽ നിന്നും ഇൻഡിഗോ എന്ന നിറം സെലക്ട് ചെയ്യുന്നു. ഇൻഡിഗോ സെലക്ട് ചെയ്തു. അടുത്തതായി അണ്ടർലൈൻ സിംഗിൾ എന്നതാണ്. അപ്പോൾ ഇവിടെ അണ്ടർലൈനിങ് എന്നുള്ളത് സിംഗിൾ ആക്കണം. അത് സിംഗിൾ ആക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് സിംഗിൾ ആക്കി. ഇനി സ്റ്റൈൽ സേവ് ചെയ്യാനായി ഇവിടെ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈൽ സേവ് ചെയ്യപ്പെട്ടതായി കാണാൻ കഴിയും. ഹെഡിംഗ് 2-ൻ്റെ ഇടതുഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ സ്പേസ് എന്ന സ്റ്റൈൽ കാണാൻ കഴിയും. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്പേസ് എന്ന സ്റ്റൈൽ നൽകുക എന്നതാണ് അടുത്ത നടപടി. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയവയാണ്. ചുവപ്പ് നിറത്തിൽ കാണുന്ന ഈ എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. അതിന് ആദ്യത്തെ ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ സ്റ്റൈല് ടെസ്റ്റ് ബോഡി എന്നതാണ്. സ്പേസ് എന്നതിന് മേലെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ പേര് ഇവിടെ വന്നതായി കാണാം. അടുത്ത സബ് ഹെഡിംഗ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയുടെ സഹായത്തോടെ എല്ലാ ഹെഡിങ്ങുകളും ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്പേസ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു.
എല്ലാത്തിലും ആ സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്താൽ മതി. ഫയൽ സേവ് ചെയ്യാനായി സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാണ്ടൻ സെലക്ട് ചെയ്യുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകിയിട്ട് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. മുകളിലെ പേര് ശ്രദ്ധിച്ചാൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ച് ഫയൽ സേവ് ചെയ്തതായി കാണാം. ചോദ്യം ചെയ്തു കഴിഞ്ഞു.